വിശേഷ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും മഗ്ദലന മറിയത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ ഒരു മെമ്മറിയിൽ നിന്നൊരു ഫീസ്റ്റായിട്ട് മാറ്റിയിട്ട് അധികം നാളായില്ല. ഫ്രാൻസിസ് പാപ്പായാണ് ഇതൊരു ഫീസ്റ്റായിട്ട് സഭയിൽ അംഗീകരിച്ച് മാറ്റിയത്. ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയാണ് യേശു ക്രിസ്തു. ഈശോടൊപ്പം തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് ഒരു ഉരുവായിത്തീർന്ന വ്യക്തിയാണ് മഗ്ദലന മറിയം. ഒരുപാട് തെറ്റിദ്ധാരണകൾ മഗ്ദലന മറിയത്തെക്കുറിച്ച് പലരും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന് പറഞ്ഞൊരു നാടകത്തിലൂടെ ഏതോ ഒരു ലാസർ ആൻ്റണി വളരെ വികലമായിട്ടുള്ള ഒരു ക്രിസ്തു സങ്കല്പം ലോകത്തിന് നൽകുവാനായിട്ട് ശ്രമിച്ചു. അതിൽ പങ്കുചേർക്കപ്പെട്ടത് മഗ്ദലന മറിയമായിരുന്നു. അതുപോലെ ഒരു ഡാൻ ബ്രൗൺ എന്ന വ്യക്തി ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് യേശുവിൻ്റെ വലത്തുവശത്തിരിക്കുന്ന താടിയും മുടിയുമില്ലാത്ത വ്യക്തി മഗ്ദലന മറിയമാണ് എന്ന് പറയുകയും യേശുവിന് ഈ വ്യക്തിയുമായിട്ട് മഗ്ദലന മറിയമായിട്ട് അവിഹിത ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവൾ യേശുവിൻ്റെ കാമുകിയായിരുന്നു, ഭാര്യയായിരുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയൊക്കെ ചെയ്യുണ്ടായി. എൻ്റെ നോവലിലൂടെ ഡാവിഞ്ചി കോഡ് നമുക്കറിയാം, 2005-6 കാലഘട്ടങ്ങളിൽ ഒരുപാട് ആൾക്കാർ കാണുകയും വായിക്കുകയൊക്കെ ചെയ്ത ഒരു നോവലാണത്. ഇങ്ങനെ പല രീതിയിൽ മഗ്ദലന മറിയത്തെ വളരെ മോശമായ ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള പല സാഹിത്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. There has been also much speculations over her relationship with other Marys mentioned in the Gospel. സുവിശേഷങ്ങളിൽ മറ്റ് മേരിമാരുണ്ട്. അപ്പോൾ ഈ മേരിമാരൊക്കെ ആയിട്ട് മഗ്ദലന മറിയത്തെ താതാത്മ്യപ്പെടുത്തി ഇത് അവളാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. There had been inaccurate portrayal of Mary Magdalene as a prostitute. അവൾ പാപിനിയായിരുന്നു. അവളിൽ നിന്ന് 7 സാത്താനെ പുറത്താക്കി, ഈവിൾ സ്പിരിറ്റ്സ് 7 devils were cast out of her എന്ന ഒരു ധാരണയിൽ അവളൊരു പാപിനിയായിരുന്നു, അവൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാനിടയായിട്ടുണ്ട്. അതുപോലെ ശിമിയോൻ്റെ വീട്ടിൽ വെച്ച് ഈശോയുടെ പാദം കഴുകിയ, കണ്ണീരിൽ പാദം കഴുകി മുടികൊണ്ട് തുടച്ച് പാദത്തിൽ അനോയിൻറ്റ് ചെയ്ത വ്യക്തി, പേരില്ലാത്ത ആ വ്യക്തി മഗ്ദലന മറിയമാണ് എന്ന ഒരു തെറ്റിദ്ധാരണയും പ്രചരിക്കാനിടയായിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ധാരണയാണ് ഷീ ഈസ് എ സിസ്റ്റർ ഓഫ് മാർത്ത ആൻഡ് ലാസറസ്. യേശുവിനെ മാർത്ത തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മേരി എന്ന് പറയുന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. മാർത്ത ഒരുപാട് കാര്യങ്ങൾ യേശുവെ ശുശ്രൂഷിക്കാനായിട്ട് ഇങ്ങനെ വ്യാകുലപ്പെട്ട് നടന്നപ്പോൾ മേരി അവൻ്റെ പാദത്തെങ്കിലിരുന്നു, അവൻ്റെ വചനം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ മേരിയാണ് മഗ്ദലന മറിയം എന്ന ഒരു ധാരണയും ഉണ്ടായിരുന്നു. All these are inaccurate beliefs and inaccurate portrayal of Mary Magdalene. 1969 പോൾ 6-ാമൻ മാർപ്പാപ്പ ഈ തെറ്റിദ്ധാരണകളെല്ലാം തിരുത്തിയിട്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകളെല്ലാം കാത്തലിക് കലണ്ടറിൽ നിന്ന് എടുത്തു മാറ്റി. ആരാണ് മേരി മഗ്ദലീൻ? ഹൂ ഈസ് മേരി മാഗ്ദലീൻ? മഗ്ദലന മറിയം ആരാണ്? നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ബൈബിളിൽ നിന്ന്. ഒന്നാമതായിട്ട് നമുക്കറിയാവുന്നത് ഷീ ഈസ് ഫ്രം മഗ്ദല. മഗ്ദല ഈസ് എ സ്മോൾ ടൗൺ ഇൻ ഗാലലി. ഖബർനാവിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ചെറിയ ടൗണാണ്. ദിസ് ഈസ് എ സെൻറ്റർ ഓഫ് ഫിഷിംഗ്. മത്സ്യബന്ധനത്തിന് പേര് കേട്ട ഒരു സ്ഥലമാണ് മഗ്ദല. അത് ഓൾസോ ട്രാൻസാക്ഷൻ ബിസിനസ് സെൻറ്റർ, കുറച്ച് പ്രോസ്പെരിറ്റി ഉള്ള ഒരു പ്ലേസാണ്. ഇവിടെ നിന്നാണ് മേരി മഗ്ദലീൻ വരുന്നത് എന്ന് നമുക്കറിയാം. She was supposed to be rich because she used to contribute to the ministry of Jesus from her resources എന്ന് പറയുന്നുണ്ട്. മറ്റു സ്ത്രീകൾ പലരും കൊടുത്തുകൂടെ മേരി മഗ്ദലന മറിയവും ഈശോയുടെ ആ മിനിസ്ട്രിക്ക് വേണ്ടി സംഭാവന ചെയ്തിരുന്നു. ഇവളിൽ നിന്ന് 7 പിശാചുക്കളെ ഈശോ പുറത്താക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമുക്കറിയാം ബാക്കി പിശാചുബാധിതരെയൊക്കെ സുഖപ്പെടുത്തിയതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തെങ്കിലും ഇവളിൽ നിന്ന് 7 പിശാചുക്കളെ പുറത്താക്കി. നോ ഡ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ഹൗ ഇറ്റ് വാസ് ഡൺ. എത്ര പ്രാവശ്യമായിട്ടാണ്, എങ്ങനെയാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നില്ല.
Another thing we know about Mary Magdalene is that she traveled with Jesus during his ministry. അവൾ യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചു. ഒരുപക്ഷേ യേശുവിൻ്റെ കൂടെ അവസാനം വരെ സഞ്ചരിച്ച ഒരു യേശുവിൻ്റെ ശിഷ്യ മേരി മഗ്ദലിനാണ്. ഈശോയുടെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ മറ്റ് ശിഷ്യന്മാരൊക്കെ യേശുവിനെ വിട്ട് ഓടിപ്പോയപ്പോൾ മേരി മഗ്ദലിൻ ഈശോ അനുഗമിച്ചു. പരിശുദ്ധ കന്യാമറിയത്തോടും യോഹന്നാൻ ശ്രീയോടും ചേർന്ന് അവൾ അവസാനം വരെ യേശുവിനെ അനുഗമിച്ചവളാണ്. അവൾ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ സ്ഥാനം ഉറപ്പിച്ചവളാണ്. സഹനത്തിലും ഭയപ്പെടാതെ, പീഡനത്തിൽ ഭയപ്പെടാതെ, അടിപതറാതെ യേശുവിനെ അനുഗമിച്ച ഒരു വ്യക്തിയാണ് മേരി മാഗ്ദലിൻ. അവൾ കുരിശുമരണത്തിൻ്റെ ദൃക്സാക്ഷിയാണ്. ഹൃദയം പിളരുന്ന വേദനയോടെ താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഈശോ സഹനത്തിൻ്റെ ദാരുണ രംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് കണ്ട് ഹൃദയം നുറുങ്ങി കരഞ്ഞവളാണ് അവൾ ഈശോയുടെ കൂടെ ചേർന്ന് നിന്നവളാണ്. ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് വിറ്റ്നസ് ഓഫ് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. അവൾ ഉത്തിതനെ ആദ്യം കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ചവളാണ്. ദോ ദ ട്രഡീഷൻ സേസ് ദറ്റ് ജീസസ് അപ്പിയർഡ് ടു ഹിസ് മദർ ഫസ്റ്റ്. മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ഐ ബിലീവ് ഇൻ ദാറ്റ്. ഈശോ ആദ്യം പരിസ്ഥിതി അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദാറ്റ്സ് വാട്ട് ട്രഡീഷൻ സേസ്. പക്ഷേ ബൈബിളിൽ നമ്മൾ കാണുന്നത് മഗ്ദലന മറിയത്തിനാണ് ഈശോ, ഉത്തിതനായ ഈശോ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ ഉത്ഥാനാനുഭവം ഏറ്റവും ആദ്യം ലഭിച്ച വ്യക്തി എന്ന ഒരു പ്രാധാന്യം കൂടെ മഗ്ദലന മറിയത്തിനുണ്ട്. ഇവളാണ് ഈ സദ്വാർത്ത ശിഷ്യന്മാരെ അറിയിച്ചത്. അതുകൊണ്ടാണ് അവളെ അപ്പോസൽ ഓഫ് ദി അപ്പോസൽസ് എന്ന് വിളിക്കുന്നത്. മേരി മാഗ്ദലിൻ ഈസ് നോൺ ആസ് ദി അപ്പോസൽ ഓഫ് ദി അപ്പോസൽസ് ബിക്കോസ് ഷീ ബ്രോട്ട് ദ ഗുഡ് ന്യൂസ് ഓഫ് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ വേൾഡ്, ടു ദ ഡിസൈപ്പിൾസ് ആൻഡ് ടു ദ ഹോൾ വേൾഡ്. അവൾ യേശുവിൻ്റെ ഉത്ഥാനം ശിഷ്യന്മാരെ അറിയിച്ചു. ഷീസ് എ സെയിൻറ്റ് ഇൻ ദ കാത്തലിക് ചർച്ച്. ഷീസ് എ ഹീറോയിക് വുമൺ ഓഫ് ഫെയ്ത്ത് ഇൻ ദ പ്രൊട്ടസ്റ്റന്റ് ട്രഡീഷൻ. അവളെ വിശുദ്ധിയായിട്ട് നമ്മൾ കാണുന്നു. കത്തോലിക്കർ ഒരു വിശ്വാസത്തിൻ്റെ ധീര വനിതയായിട്ട് പ്രൊട്ടസ്റ്റന്റുകാർ അവളെ അംഗീകരിക്കുന്നു. And she has a unique distinction among all the saints because she is also named as the apostle of the apostles. മഗ്ദലന മറിയത്തെക്കുറിച്ച് ഈശോ ചെറിയ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. സെൻറ്റ് മാർഗ്രറ്റ് ഓഫ് കൊട്ടോണ ഹാഡ് എ വിഷൻ വേർ ഷീ സോ ജീസസ് വിത്ത് മേരി മാഗ്ദലിൻ. മഗ്ദലന മറിയത്തോടുകൂടി ഈശോ മാർഗ്രറ്റ് ഓഫ് കൊട്ടോണയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, മൈ ഇറ്റേണൽ ഫാദർ സെഡ് ഓഫ് മീ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, സോ ഡു ഐ സേ ടു ദീ ഓഫ് മാഗ്ദലിൻ, ദിസ് ഈസ് മൈ ബിലവഡ് ഡോട്ടർ. എൻ്റെ സ്വർഗീയ പിതാവ് എന്നെക്കുറിച്ച് പറഞ്ഞു, നീ എൻ്റെ പ്രിയപുത്രൻ. ഇതുപോലെ ഞാൻ നിന്നോട് പറയുകയാണ്, മഗ്ദലന മറിയത്തെക്കുറിച്ച് ഇവൾ എൻ്റെ പ്രിയപുത്രിയാണ്. മഗ്ദലന മറിയത്തെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തിയതാണ്, ഇവൾ എൻ്റെ പ്രിയപുത്രിയാണ്. ഷീ ഈസ് മൈ ബിലവഡ് ഡോട്ടർ. സെൻറ്റ് കാതറിൻ ഓഫ് സിയന്ന ഹാഡ് എ വിഷൻ ഓഫ് ദ ഹെവൻ ആൻഡ് ദ ഹെവൻലി കൊയർ ആൻഡ് ഷീ സോ ദറ്റ് മേരി മാഗ്ദലിൻ ഹാഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വോയിസ് ഇൻ ദ ഹെവൻലി കൊയർ. സ്വർഗത്തിലിങ്ങനെ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന മാലാഖവൃന്ദങ്ങളുടെ ഇടയിൽ, വിശുദ്ധരുടെ ഇടയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ശബ്ദം മഗ്ദലന മറിയത്തിൻ്റെ ആയിരുന്നു എന്നാണ് സെൻറ്റ് കാതറിൻ പറയുന്നത്. ഷീ ഹാഡ് എ വിഷൻ ഓഫ് ഹെവൻ. ഇത് സുവിശേഷത്തിൽ വാട്ട് വി ഹേർഡ് ഫ്രം ചാപ്റ്റർ 20 ഓഫ് സെയിൻറ്റ് ജോൺ ഫ്രം ടു 18. ഇവിടെ നമ്മൾ കാണുന്നത് വാട്ട് വി സീ ഹിയർ, ഹി റിവീൽസ് ദ സീക്രട്ട് ഓഫ് ഹോളിനെസ്. ദ സീക്രട്ട് ഓഫ് ഹോളിനെസ് ഈസ് റിവീൽഡ് ഹിയർ. എങ്ങനെയാണ് ഇവൾ വിശുദ്ധിയായത്? വിശുദ്ധിയിൽ വളരാനുള്ളൊരു മാർഗം നമുക്കിവിടെ സുവിശേഷം കാണിച്ചു തരികയാണ്. ആത്മീയമായിട്ട് വളരാനുള്ള ചില മാർഗങ്ങൾ സെൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് നമുക്ക് നൽകുന്നുണ്ട്. സെൻറ്റ് ഗ്രിഗറി പറയുന്നത്, ഒന്നാമതായിട്ട് ഒരു സ്പിരിച്വൽ ഗൈഡ് ഉണ്ടായിരിക്കണം. വി നീഡ് ടു ഹാവ് എ സ്പിരിച്വൽ ഡയറക്ടർ ഇഫ് യു വാണ്ട് ടു ഗ്രോ ഇൻ സാങ്ക്ടിറ്റി, ഗ്രോ ഇൻ സ്പിരിച്വാലിറ്റി. നമുക്ക് ആത്മീയമായിട്ട് വളരണമെങ്കിൽ ഒന്നാമത് വേണ്ടത് നമ്മളെ നയിക്കുവാനായിട്ട് ഒരു ആത്മീയ ഗുരു വേണം. കാരണം ദാറ്റ്സ് എ കീ പോയിൻറ്റ്. നമ്മളെ ചലഞ്ച് ചെയ്യാനും നമ്മളെ കറക്റ്റ് ചെയ്യാനും നമ്മളെ ഡയറക്റ്റ് ചെയ്യാനും ഒരാളുണ്ടെങ്കിലേ നമുക്ക് വളരാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ കോച്ചിങ്ങിന് പോകാറുണ്ട്. ഇഫ് ഐ വാണ്ട് എക്സൽ ഇൻ എനി ഗെയിം ഐ നീഡ് സം കോച്ചിങ്. സമൺ ഹു നോസ് ദ ഗെയിം ബെറ്റർ ദാൻ മീ ഷുഡ് ഹെൽപ്പ് മീ. ഞാൻ തന്നെ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും,
പക്ഷെ മറ്റുള്ളവരെന്നെ കോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഐ ക്യാൻ ഡു മച്ച് ബെറ്റർ, മോർ പ്രൊഫഷണൽ വേ. സെയിം വേ ഇൻ സ്പിരിച്വാലിറ്റി ഓൾസോ ഐ ക്യാൻ ഗെറ്റ് ഹെൽപ്പ് ഫ്രോം ദോസ് ഹു ഹാവ് ഗോൺ ബിയോണ്ട് ദിസ് ലെവൽ. മറ്റുള്ളവരുടെ സഹായം, ഹാവിങ് എ സ്പിരിച്വൽ ഗൈഡ് ഇസ് ഗുഡ് ഫോർ ദ സെമിനാരിയൻസ് ഓൾസോ, ഫോർ ഓൾ ഓഫ് us. A second thing that is important is to have a good community of faith. A community of faith, suppose this religious community, sisters, if they are all believing persons, എല്ലാവരും വിശ്വാസമുള്ളവരാണ്, തീഷ്ണതയുള്ളവരാണെങ്കിൽ ജീവിതം വളരെ എളുപ്പമാണ്. We need to have a parish community that has faith. ഇപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ വിമർശനമായിട്ട് മാറി നിൽക്കുന്നവരാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ വളരാൻ പ്രയാസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു പാരിഷ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇറ്റ്സ് മച്ച് ഈസിയർ ടു ഗ്രോ ഹിയർ. ഫാമിലി ഇറ്റ്സെൽഫ്, വിശ്വാസമുള്ളവരാണ് കുടുംബങ്ങളിലുള്ളതെങ്കിൽ ഇറ്റ്സ് മച്ച് ഈസിയർ ടു ഹാവ് എ കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത്. ഇനി മൂന്നാമത് സെൻറ്റ് ഗ്രിഗറി പറയുന്നത്, you need to have an iron will to pursue the path of Christian perfection. An iron will to pursue the path of Christian perfection. ക്രിസ്തീയ പൂർണ്ണത കൈവരിക്കാനുള്ള ദൃഢനിശ്ചയമുണ്ടായിരിക്കണം. ഈശോ നമ്മൾ വിളിക്കുന്നത് പരിപൂർണ്ണതയ്ക്ക്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണ്ണനായിരിക്കുക. സോ കം ടു ദാറ്റ് പെർഫെക്ഷൻ, ക്രിസ്ത്യൻ പെർഫെക്ഷൻ. ഹാവ് എ സ്ട്രോങ് വിൽ ടു attain this perfection. And fourthly, lastly, he says, Gregory the Great says, an ardent desire for holiness. An ardent desire for holiness. വിശുദ്ധിക്ക് വേണ്ടിയുള്ള വലിയ ദാഹം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വിശുദ്ധനാകണമെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ദാഹിക്കണം. വി നീഡ് ടു ഹാവ് an ardent love for sanctity, holiness. ഇതില്ലാതെ കൊണ്ട് ഒരാൾക്ക് വിശുദ്ധിയിലേക്ക് കടക്കാൻ പറ്റില്ല. It's not easy to be holy. It's a big challenge. If you have a strong will and ardent desire, then there's a possibility that we can reach there. ഇതിൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടെ ചേർക്കുകയാണ്. സെൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് ഈ 4 പോയിന്റ് പറയുന്നു: സ്പിരിച്വൽ ഡയറക്ഷൻ, ഗുഡ് കമ്മ്യൂണിറ്റി, അയൺ വിൽ ടു പെർസ്യൂ ദ പാത്ത് ഓഫ് ക്രിസ്ത്യൻ പെർഫെക്ഷൻ ആൻഡ് എ ആർഡൻറ്റ് ഡിസയർ ടു ബി ഹോളി. ഞാൻ ഇതിനോട് ചേർക്കുന്ന ആർഡൻറ്റ് ഡിസയർ ടു ബി വിത്ത് ദ ലോഡ്. ഇത് ഈ 4ാമത്തേൻ്റെ ഒരു പരിണത ഫലമാണ്. വെൻ ഐ ഹാവ് an ardent desire to be holy, and when I live a holy life, I will have a natural desire for the presence of God. ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹം എന്നിലുണ്ടാവും. വിശുദ്ധിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ആസ്വാദ്യകരമായിട്ട് മാറും എൻ്റെ ജീവിതത്തിൽ. ഇറ്റ് ബിക്കംസ് എ ജോയ്ഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ ടു സ്പെൻഡ് ടൈം വിത്ത് ദ ലോഡ്. ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നത് സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിട്ട് മാറും. കാരണം ബ്ലസ്സഡ് ആർ ദ പ്യൂർ ഇൻ സ്പിരിറ്റ്, ദേ ഷാൽ സീ ഗാഡ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യം. അതുകൊണ്ട് we need to have an ardent desire to be with the Lord. This is what Saint Mary Magdalene had in her life. She had an ardent desire to be with the Lord. No matter how difficult it was, she wanted to be with the Lord. കുരിശിൻ്റെ ചോട്ടിൽ ഈശോയെ ഇട്ടിട്ട് പോകാൻ അവൾ തയ്യാറായില്ല. ഇന്ന് സുവിശേഷം നമ്മൾ കണ്ടു, ഏർലി മോർണിംഗ് when it was still dark, she goes to the tomb. അവൾ അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കല്ലറയിലേക്ക് പോവുക. ദിസ് ഈസ് ദ തേഴ്സ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ഗാഡ്. നോ മാറ്റർ ഹൗ ഡേഞ്ചറസ് ദിസ് ജേർണി ഈസ്, നോ മാറ്റർ ഹൗ ചാലഞ്ചിങ് ദിസ് ജേർണി ഈസ്, ഷീ ഈസ് വില്ലിംഗ് ടു മേക്ക് ദാറ്റ് ജേർണി. And this is what she is challenging us to do. Make this journey early in the morning when it is still dark. Go to the tomb, risking your life. You will find him there. You may not find him immediately. She did not find him immediately. അവൾ ചെന്നപ്പോഴേ ഈശോയെ അവിടെ കണ്ടില്ല. അവൾ കണ്ടത് empty tomb. ശൂന്യമായ കല്ലറയാണ് കണ്ടത്. നിരാശപ്പെട്ടില്ല. She persevered in her search until she succeeded finding him. നമ്മൾ ചെല്ലുമ്പോഴേ ഈശോയുടെ സാന്നിധ്യം കിട്ടിയെന്നിരിക്കുകയില്ല. If you continue to persevere, you will find him. He will come into your life calling your name. ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. എൻ്റെ പേര് വിളിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരും. ഈ അന്വേഷണം ഞാൻ തുടരുമ്പോൾ ദൈവത്തെ ഞാൻ അന്വേഷിക്കണം, തീഷ്ണതയോടുകൂടി അന്വേഷിക്കണം. ഇന്ന് ഈ വലിയ വിശുദ്ധിയോടെ ദി അപ്പോസിൽ ഓഫ് അപ്പോസൽസ് ഫീസ്റ്റ് നമ്മൾ ആഘോഷിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ഈ വലിയ തീവ്രമായിട്ടുള്ള ദൈവസ്നേഹത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. ദൈവ സാന്നിധ്യം ഒരു ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ അനുഭവമായിട്ട് മാറ്റാൻ നമുക്ക് ആ കൃപ തരണം, നമുക്ക് യാചിക്കാം. ഈ വിശുദ്ധിയുടെ മഗ്ദലന മറിയത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥ നമുക്ക് തേടാം. വിശുദ്ധിയിലേക്ക്
കടന്നു വരുവാൻ, വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ, ദൈവകൃപയാൽ നിറയുവാനുള്ള ആ വലിയ കൃപയ്ക്ക് വേണ്ടി ഈ മാധ്യസ്ഥതയുടെ നമുക്ക് യാചിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.